ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇന്ന് നമുക്ക് ക്ലാസ് 7 അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഈസ് കതിർച്ചൂട് നാടിൻ പെരുമകൾ, അതാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ അതിൽ 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഗ്രാമശ്രീകൾ, കുമ്മാട്ടി, വിത്തെന്ന മഹാത്ഭുതം. കതിർച്ചൂടും നാടിൻ പെരുമകൾ ഇതാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രാമത്തിൻ്റെ പിക്ചറാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം. ഇതിൽ ഇവിടെ പറയുന്നത് ഇതെന്താണ് നമുക്കറിയാം. ഇത് സർട്ടിഫിക്കറ്റ്സ് ആണ് അല്ലേ. ഇതിനെ മലയാളത്തിൽ പറയുന്ന പേരാണ് സാക്ഷ്യപത്രങ്ങൾ എന്നാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം. കർഷക തിലകം സ്കൂൾ വിദ്യാർത്ഥിക്ക് കിട്ടിയ, വിദ്യാർത്ഥിനി ഗേൾസിന് കിട്ടുമ്പോഴാണ് നമ്മൾ കർഷക തിലകം എന്ന് പറയുന്നത്. ദെൻ കർഷക പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആൺകുട്ടിക്ക് അതിൻ്റെ അവാർഡ് കിട്ടുമ്പോഴാണ് കർഷക പ്രതിഭ എന്ന് പറയുന്നത്. കർഷക അവാർഡാണ് കിട്ടിയിരിക്കുന്നത് ഈ 2 കുട്ടികൾക്കും. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് കുട്ടികൾക്കും കൃഷി ചെയ്യാം, കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന അവാർഡാണ്, അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം അല്ലേ. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വയലുകളിൽ സംസ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചു വളർന്നു വിളഞ്ഞു, നമ്മളത് കൊയ്യുന്നു. നാടിൻ്റെ സംസ്കാരമാണ് കൃഷി, അത് വയലുകളിലാണ് അതിൻ്റെ വിത്തുകൾ മുളച്ചത്. അപ്പോൾ അത് വളർന്ന് വിളഞ്ഞു നമ്മളത് കൊയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ ദ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ഗ്രാമശ്രീകൾ എന്നാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് കടത്തനാട് മാധവി അമ്മയാണ്. അപ്പം നമുക്ക് കവിത നോക്കാം. നാണിച്ചു പോകുന്നു നീലൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. അപ്പോൾ ഇവിടെ എന്താണ് കവയിത്രി ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു പാട് ഇമാജിൻ ചെയ്യണം. ആ പാടത്ത് നെല്ല് വിളഞ്ഞു നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യണം. അങ്ങനെ നീളം കൊടുച്ചുകൂടി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ നാണിച്ചു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലിൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. അപ്പോൾ അവിടെ ഒത്തിരി സോദരിമാരെ, സ്ത്രീകളെ കാണാം ഞാറൊക്കെ നടുന്നത്. അപ്പോൾ ഏത് വിശ്വവിദ്യാലയത്തിലാണ് നിങ്ങൾ ഇത് പഠിച്ചതെന്നാണ് കവി ചോദിക്കുന്നത്. കൈവശമാക്കുവാൻ ഈ കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു. ഈ കലാവൈഭവം, ഈ ഒരു വളരെ കലാ രീതിയിലാണ് ഇത് അവർ നടുന്നത്. ഈ കലാവൈഭവം ഇത് നിങ്ങൾക്ക് കൈവശമാക്കുവാനായിട്ട് ഏതൊരു അധ്യാപകനാണ് നിങ്ങളേത് പഠിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത്. കണ്ണിനിൽ കണ്ട മുഴുതു മറിക്കുന്നു മണ്ണിൻ പൊതുമണം പൊങ്ങിടുന്നു. ഇതൊഴിഞ്ഞ് നെൽക്കണ്ടം ഈ കർഷകൻ ഉഴുതു മറിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും മണ്ണിൻ്റെ പുതുമണം ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മണ്ണിൻ്റെ പുതുമണമാണ് അതിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നതെന്നാണ് പറയുന്നത്. ഉണ്ണിക്കതിരോൻ്റെ പൊന്നുക പാടേറ്റു വിണ്ണിൻ വെളിപ്പാടും ചോന്നിതല്ലോ. ഉണ്ണിക്കതിരോൻ്റെ, അതായത് ഈ പ്രഭാത സൂര്യൻ്റെ പൊന്നുകപ്പാടേറ്റ് എന്ന് പറഞ്ഞാൽ ആ രശ്മികൾ പതിച്ച് ആകാശവും ചോന്നിരിക്കുകയാണ്. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണി അന്യോന്യം ചൊല്ലി വിളിക്കയായി. ഇപ്പോൾ കർഷക സ്ത്രീകൾ എന്താണ്? അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണീറ്റ് അന്യോന്യം അങ്ങോട്ട് ഓരോ പേര് പറഞ്ഞ് വിളിച്ചിട്ട് അവരെല്ലാവരും പണിക്ക് വരാനായിട്ട് പറയുകയാണ്. വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കലോല കിളികൾ ചിലച്ചിടുന്നു. അവരിങ്ങനെ പാഞ്ഞ് എത്തിക്കഴിഞ്ഞ സമയത്ത്, പാടത്തെത്തിക്കഴിഞ്ഞ സമയത്ത്, ആ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചിലകളിൽ ഇരുന്ന് ഓലക്കിളികൾ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ചിന്നിക്കൽ കെട്ടിച്ചെരിച്ചു നിറുത്തിയ ചെമ്മേലും, ചെവിയാണ് ചെന്നി എന്ന് പറയുന്നത്. ചെവിയിലേക്ക് ചെരിച്ച് കെട്ടി നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടി നിർത്തിയ മുടീനെയാണ് പറയുന്നത്. തുമ്മാൻ ചെരുതിയുടു പുടത്തുമ്പുകളൊന്നു മേലാക്കം കയറ്റി കുത്തി. അതായത് മുറുക്കാൻ പൊതികൾ ഉടുമുണ്ടിൽ തിരികെ വച്ച് പുടവ എടുത്ത്, അതായത് അവരുടെ ആ മുണ്ടെടുത്ത് മേലാക്കം കയറ്റി കുത്തുകയാണ്. എന്തിനാണ് കയറ്റി കുത്തുന്നത്? കാലിൽ ചെളിയാവാതിരിക്കാനായിട്ട്. കാലു പുതയും വരമ്പത്തെ കാഴ്ചളി താരയിൽ താമര താഴ്വിടർത്തി.
അവർ വരമ്പത്ത് ആ പാഴ്ചെളിയിൽ കാല് വെച്ച് ഇത് നടുകയാണ്, പണി ചെയ്യുകയാണ്. അങ്ങനെ ആ വരമ്പത്ത് കാലുകൾ വെക്കുമ്പോൾ അത് താമര താർ വിടർത്തി, താമരയെ പൂക്കളെ പോലെയാണ് ആ കാലിൻ്റെ ആ ഡിസൈൻ അവിടെ ചളിയിൽ പതിയുന്നതായിട്ടാണ് ഇവിടെ കവി പറയുന്നത്. മന്ദമുണർന്നു നിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോ പൂമഴയൊന്നു പാറി. പയ്യെ മന്ദമുണർന്നു, ദിഗന്ധങ്ങൾ എന്ന് പറഞ്ഞ ചക്രവാളങ്ങളാണ്. നേരിയ മഞ്ഞുപോലെ പൂമഴ ഒന്ന് പാറി. ഇപ്പം മഴയെ ഒരു പൂമഴയായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും എങ്ങുമെങ്ങും. പച്ചിലക്കൂട്ടവും പാടവും അതുപോലെ മാടവും എന്ന് പറഞ്ഞ കുടിലും ചക്രവാളാന്തം മൊത്തം ആ പ്രദേശം മൊത്തം ഒന്നു കുളിർന്നു നനഞ്ഞുഹ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. അപ്പം ആ മഴയിൽ, നേരിയ മഴയിൽ ഒന്ന് കുളിർന്ന് നനഞ്ഞു വന്നപ്പോൾ കേരളമേ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്. കിക്കിളി കൂട്ടിയുഴവു ചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചെളിയിൽ. ഉഴവ് ചാലിൽ കൂടി ഇങ്ങനെ പതിഞ്ഞപ്പോൾ ആ ചെളി ഇങ്ങനെ പൊന്തി വരുമല്ലോ, അതിലൂടെ പൊക്കിള ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്ന ആ വയൽ ചെളിയിൽ മന്ദമിറങ്ങി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണീനരുമ മക്കൾ. അപ്പം ആ ചെളിയിലൊക്കെ ചവിട്ടി മന്ദം ഇറങ്ങി നിരന്ന് നില കൊണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആര്? പെണ്ണുങ്ങൾ, മണ്ണിൻ്റെ അരുമക്കളായ സ്ത്രീകൾ അവിടെ നിൽക്കുന്നു. കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി. രണ്ട് കൈകളും കൂടി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ പണി തുടങ്ങുകയാണ്. കാലുകളോ ചെളിയിൽ ഇങ്ങനെ വച്ചിരിക്കുന്നു. താഴെ വയലിൽ നിരയായി നീല നീരാളം വിരിയുകയായി. അപ്പം അങ്ങനെ ഒരു ഡിസൈനിൽ അവരിങ്ങനെ കറക്റ്റായിട്ട് കൈ ക്രോസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കാല് ചവിട്ടി ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിലെന്താണ്? ആ വയലിലെ ഒരു നീല നീരാളം, ഒരു നീല പുതപ്പ് പോലെ ആണ് അത് ഇങ്ങനെ വിരിഞ്ഞ് വരികയാണ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ. വായുവിൽ കേരള വീരാപദാനങ്ങൾ ലാലോല നർത്തനമാടുകയായി. ഇപ്പം ഇങ്ങനെ വെറുതെ മിണ്ടാതെ അത് ചെയ്യല്ല, അതിൻ്റെ ഒപ്പം തന്നെ പഴയ പണ്ടത്തെ പാട്ടുകളൊക്കെ, കേരളത്തിൻ്റെ വഞ്ചിപ്പാട്ട് അതുപോലെ പാട്ടുകളൊക്കെ ഇവർ പാടിക്കൊണ്ടാണ് ഇവരത് ചെയ്യുന്നത്. സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്തു മരവിച്ച മൽക്കരമേ. അപ്പോൾ ഇവിടെ കവിയുടെ തൂലിക സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരമേ. ഇപ്പം ഈ കവയിത്രിയുടെ കൈയാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ ഈ കവയിത്രി ആണല്ലോ, അപ്പോൾ എപ്പോഴും പേന കൊണ്ട് നടക്കും. ആ പേന കൊണ്ട് എഴുതി ആ കൈ മരവിച്ചിരിക്കുകയാണ്. മഞ്ജുള മിക്കല സൃഷ്ടിക്കു മുൻപില അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. അപ്പോൾ ഇവിടെ നേരത്തെ പറയുന്നുണ്ട് ഇതൊരു കലാസൃഷ്ടി പോലെയാണ് ഈ ഞാറ് അവർ നടന്നത്. ആ കലാസൃഷ്ടിക്ക് മുൻപിൽ എന്താണ്? കൂപ്പുകൈ കൂപ്പി ഭക്തിപൂർവ്വം നിൽക്കുകയാണ് ഈ കവയിത്രി. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പൂ. അപ്പോൾ എൻ്റെ കയ്യിലെ ഈ പേനയിൽ എഴുതുന്ന കാര്യങ്ങളല്ല, ചെളിയിൽ താഴ്ത്തി ഈ വിരൽത്തുമ്പ് കൊണ്ട് ഞാറ് നടുമ്പോൾ ആ കൈകളാണ് ഈ നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നതെന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത്. അതായത് കർഷക സ്ത്രീകളുള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓരോന്നും നോക്കാം. കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയും പ്രകൃതിയും മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളും ചേർന്ന വലിയ ഒരു പാഠശാലയെയാണ്.
കർഷക സ്ത്രീകൾ പാടത്ത് പണിയെടുക്കുന്നതിൻ്റെ കലാവൈഭവം കാണുമ്പോഴാണ് കവയിത്രി ഏത് ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് ഇത് പഠിച്ചതെന്ന് ചോദിക്കുന്നത്. അതായത് ഈ ലോകം മുഴുവൻ അറിവ് പകർന്നു തരുന്ന ഒരു വിദ്യാലയമായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ഉണ്ണിക്കതിരോന്റെ പൊന്നുക പാടേറ്റ് വിണ്ണ് ചുമക്കുന്നു എന്നാണ് പ്രഭാതത്തെ പറ്റി ഇവിടെ പറയുന്നത്. അപ്പോൾ ഉണ്ണിക്കതിരോൻ എന്ന് പറയുന്നത് എന്താണ്? ഉദയസൂര്യനാണ്. അപ്പോൾ ഉദയസൂര്യൻ്റെ സൂര്യകിരണങ്ങളാകുന്ന നുകപ്പാടേറ്റ്, സൂര്യകിരണങ്ങൾ വരുന്നത് അത് നുകം പോലെയാണ്, നുകത്തിൻ്റെ പാടുപോലെയാണ് ഇവിടെ കവി പറയുന്നത്. ആകാശവും ചുമന്നിരിക്കുന്നു. അപ്പോൾ അതായത് പ്രഭാതത്തിലെ ആകാശത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകളെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? നമുക്ക് ആൻസർ നോക്കിയാൽ, ഗ്രാമത്തിൻ്റെ ഐശ്വര്യം കർഷക സ്ത്രീകളാണ്. ഗ്രാമത്തെ സമ്പന്നമാക്കുന്നവരും കൃഷിയിലൂടെ ഭൂമിയിൽ വിളവ് തരുന്നവരും ഇവരാണ്. കർഷക സ്ത്രീകളുടെ മനോഹരമായ കൈകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത്. കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത്. അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകളെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന കവി പറയുന്നത് എന്തുകൊണ്ട്? ആൻസർ നോക്കാം. പുലരിയിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു, നേരിയ മഞ്ഞുപോലെ മഴ പെയ്തു. പൂമഴ എന്നാണ് കവി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളവും എല്ലാം ഒന്ന് നനഞ്ഞു കുതിർന്നു. ഈ കാഴ്ചകളുടെ സൗന്ദര്യം കാണുന്ന കവി കേരളമേ നീ എത്ര മനോഹരമായൊരു ചിത്രമാണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിശകലനം ചെയ്യാം. മഞ്ജുളമി കലാസൃഷ്ടിക്ക് മുൻപിലായി അഞ്ജലി അർപ്പിക്കുക. സൃഷ്ടി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷി എന്ന മഹത്തായ വിദ്യയിലൂടെ ഗ്രാമസ്ത്രീകൾ രചിക്കുന്ന മനോഹരമായ സൃഷ്ടിക്ക് മുൻപിലാണ് കവയിത്രി ഭക്തിപൂർവ്വം തൊഴുതു നിൽക്കുന്നത്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലെയുള്ള മനോഹരമായ ഒരു കലയാണ് കൃഷി. നിരനിരയായി ഞാറുകൾ നട്ടുപോകുന്നതിനെ നീല കസവ് വിരിച്ചതുപോലെ എന്നാണ് കവി വർണ്ണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈണം കണ്ടെത്താം ചൊല്ലാം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഈണത്തിൽ നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മഞ്ഞിൽ എന്ന് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. ഈ വരികളുടെ ആശയവും ഗ്രാമസ്ത്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിള്ളിയുടെ കവിതയിലെ വരികൾ ഗ്രാമസ്ത്രീ കവിതയുടെ ആശയവുമായി ഇണങ്ങിച്ചേരുന്നതാണ്. ഭൂമിയെ പുഷ്പിപ്പിക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി പകർന്നു നൽകുന്ന മറ്റൊരു സർഗപ്രവർത്തനം ഇല്ല എന്നാണ് ഇവിടെ വൈലോപ്പിള്ളി പറയുന്നത്. പാടത്ത് പണിയെടുക്കുന്ന കർഷക സ്ത്രീകളാണ് നമ്മുടെ നാടിന് ഐശ്വര്യമുണ്ടാക്കുന്നതെന്നാണ് ഗ്രാമസ്ത്രീയിൽ കവി പറയുന്നത്. രണ്ട് കവിതകളും കൃഷിയെ ഒരു മഹത്തായ കലാസൃഷ്ടിയായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ണിക്കതിരോന്റെ പൊന്നുക പാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. ഈ വരികളുടെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ. ഇതുപോലുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക. അപ്പോൾ പ്രയോഗഭംഗിയാണ് മെയിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഉദയസൂര്യൻ്റെ പൊന്നുകൊണ്ടുള്ള നുകത്തിൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി ഇവിടെ പറയുന്നത്. പൊന്നിറമാകുന്ന സൂര്യൻ്റെ രശ്മികൾ എന്തായിട്ടാണ്? കലപ്പ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണമെന്ന് കരുതുന്നു. കലപ്പയായി സങ്കല്പിച്ചിരിക്കുന്നു. അതിൻ്റെ കലപ്പയുടെ പാടേറ്റ് ആകാശം ചുവക്കുന്നു. കലപ്പയും നുകവും സാധാരണ ഉപയോഗിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. പ്രഭാതത്തിൽ ആകാശം ചുവന്ന് കാണുന്നതിനെ മനോഹരമായ ഒരു കാർഷിക വൃത്തിയായിട്ടാണ്, ഒരു കൃഷിയായിട്ടാണ് ഇവിടെ കവി കാണുന്നത്. ഈ മനോഹര ദൃശ്യത്തെയാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊരു ഇതുപോലെയുള്ള ഭംഗിയുള്ള ഒരു എഴുതി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈൻസ് ഏത് ലൈൻസ് എടുത്താലും നമുക്ക് നല്ല പ്രയോഗ ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 2 വരികൾ എടുത്തെഴുതാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.